ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് രാമായണ പാർട്ട് 1 ടീസർ കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തിറക്കി. 4000 കോടി രൂപയുടെ ബഡ്ജറ്റ് എന്നാണ് ഈ സിനിമയുടെ നിർമ്മാതാവ് പുറത്തു പറഞ്ഞിരിക്കുന്ന കണക്കുകൾ. എന്തായാലും രൺബീർ കപൂറാണ് രാമനായി എത്തുന്നത്, യാഷാണ് രാവണനായി എത്തുന്നത്, സീതയായിട്ട് എത്തുന്നത് സായ് പല്ലവിയാണ്. അത്യാവശ്യം നല്ല കാസ്റ്റും വലിയ ക്രൂവും തന്നെയാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരായി നിൽക്കുന്നത്. മ്യൂസിക് ചെയ്യുന്നത് ഹാൻസ് സിമ്മറാണ്, AR റഹ്മാനാണ്. ഇരുവരും ചേർന്നാണ് ചെയ്യുന്നത്. ഭയങ്കരമായ ഒരു ഗ്ലോബൽ അപ്പീലിംഗ് ഉള്ള ഒരു സിനിമയാണ്. സ്വാഭാവികമായിട്ടും 4000 കോടി രൂപയുടെ ബഡ്ജറ്റാണ് നിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യുന്ന ടീസർ ആക്ച്വലി ഭയങ്കരമായി നിരാശ ഉണ്ടാക്കിയെടുത്ത ടീസറാണ്. ഇതിനകത്തുള്ള VFXന്റെ പ്രശ്നങ്ങൾ, CGIയുടെ പ്രശ്നങ്ങൾ, നേരെ ചൊവ്വേ ക്യാമറ ട്രാക്കിംഗ് ഇല്ല, ലൈറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, VFX നിറഞ്ഞു നിൽക്കുന്നു. ഒരുപക്ഷെ ആദിപുരുഷ് പോലെ നിൽക്കുന്ന പല പല ഷോട്ടുകളും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കിട്ടി എന്നുള്ളത് നിരാശകരമായ കാര്യമാണ്. ഓഫ് കോഴ്സ് മനസ്സിലാക്കുന്നു, സിനിമയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2026 ദീപാവലിയിലാണ് ഈ സിനിമയുടെ പാർട്ട് 1 നിൽക്കുന്നത്. എങ്കിൽ നിങ്ങൾ വർക്ക് പൂർത്തിയായി നിൽക്കുന്ന സീനുകൾ മാത്രം ഉൾക്കൊള്ളിച്ചൊരു ടീസർ ക്രിയേറ്റ് ചെയ്താൽ പോരെ. ഹാഫ് കുക്ഡ് ആയിട്ട് നിൽക്കുന്ന, ഇതുവരെ വർക്ക് പൂർത്തിയാവാത്ത, ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സീൻസ് എന്തിനാണ് നിങ്ങൾ ഇതുപോലെ 4000 കോടി രൂപ ബഡ്ജറ്റ് നിൽക്കുന്ന ഒരു സിനിമയുടെ ടീസറുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുന്നത്? മാത്രമല്ല ഹനുമാൻ ജയന്തിയായിട്ട് ടീസർ ഇറങ്ങിയേ മതിയാവൂ എന്നുള്ളത് ആരാ പറഞ്ഞ്? നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് പുറത്തു കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ വൈ ടേക്ക് ദിസ് റിസ്ക്? നിങ്ങളുടെ മുന്നിൽ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ഇതിന് മുമ്പ് തന്നെയുള്ള സിനിമകളിൽ നിന്നുണ്ടായിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ആദിപുരുഷ്. ഓം റൌത്തിന്റെ സംവിധാനത്തിൽ പ്രഭാസ് നായകനെത്തിയ സിനിമയാണ് ആദിപുരുഷ്. 700 കോടി രൂപയായിരുന്നു ഈ സിനിമയുടെ ബഡ്ജറ്റ്. ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയ സമയം തൊട്ട് തന്നെ ഇത് എയറിലായിരുന്നു. സെയ്ഫ് അലി ഖാന്റെ രാവണന്റെ തല തൊട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, കൃതി സനോന്റെ ആയിക്കോട്ടെ, പ്രഭാസിന്റെ മുഖമായിക്കോട്ടെ, ഒരുപാട് പ്രശ്നങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലും ഇത് കൊച്ചു TV കാണുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ഒരു പോകോയോ കാർട്ടൂൺ നെറ്റ്വർക്കോ കാണുന്ന പോലെയാണ് ഈ 700 കോടി രൂപയ്ക്ക് സിനിമ ഇവർ ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് ഏകദേശം 700 നിന്നും 6 ഇരട്ടി ബഡ്ജറ്റുള്ള 4000 കോടി രൂപയ്ക്ക് രാമായണം അവർ ചെയ്തു വെച്ചേക്കുന്നത്. പാർട്ട് 1 2026 ദീപാവലിയിലും പാർട്ട് 2 2027 ദീപാവലിയിലും റിലീസ് ചെയ്യുമെന്നാണ് അവരെ അറിയിച്ചിരിക്കുന്നത്. ഇതിന് മൊത്തം CGIയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമാണ്, ഗ്രീൻ മാറ്റി എല്ലാം നമുക്ക് മനസ്സിലാവും. പക്ഷേ ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ക്വാളിറ്റി ഓർ എൽസ് കംപ്ലീറ്റ് യുവർ വർക്ക് ആൻഡ് പ്രൊഡ്യൂസ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓഡിയൻസ്. അല്ലാത്ത പക്ഷം ഹാഫ് കുക്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന, പലയിടത്തും VFX ഷോട്ട്സിൽ പോലും അനങ്ങാത്ത് നിൽക്കുന്ന, ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ നമുക്ക് കാണാം. ഇവിടെ രൺബീർ അസ്ഥി ഒഴുകുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ട്. എന്തൊരു ആർട്ടിഫിഷ്യാലിറ്റിയാണ്! നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് VFX ആണെന്ന് കണ്ടാൽ മനസ്സിലാവുന്നതിലും പ്രശ്നമില്ല. പക്ഷേ അത് അറ്റ്ലീസ്റ്റ് മേക്ക് ഇറ്റ് ടു റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതുപോലും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഇതിൻ്റെ ടീസർ അവർ ഒരുക്കിയിരിക്കുന്നത്. നിതേഷ് തിവാരിയാണ് ഈ സിനിമയുടെ സംവിധായകൻ. നമിത് മൽഹോത്രയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും സ്റ്റോറിയും എഴുതിയിരിക്കുന്നത്. വലിയ സ്റ്റാർ കാസ്റ്റാണ് പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ പാർട്ടിൽ AR റഹ്മാനും ഹാൻസ് സിമ്മറും കൂടി ചേർന്നാണ് നിൽക്കുന്നത്. ഏകദേശം AR റഹ്മാൻ 40 കോടി രൂപയും ഹാൻസ് സിമ്മർ ഏകദേശം 80 കോടി രൂപയാണ് ഈ സിനിമയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നതെന്നും AR റഹ്മാൻ 40 മുതൽ 50 കോടി രൂപയും വാങ്ങിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ഏകദേശം രൺബീർ കപൂർ 150 കോടി രൂപ, യാഷ് 100 മുതൽ 150 കോടി രൂപ, സണ്ണി ഡിയോൾ 45 മുതൽ 50 കോടി രൂപ, സായ് പല്ലവി 10 മുതൽ 12 കോടി രൂപയോളം ഈ സിനിമയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏകദേശം ഇന്ത്യൻ മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഏകദേശം 250 കോടിയോളം രൂപ ഇവർ ചിലവാക്കിയിരിക്കുന്നു. ഓവർസീസ് ക്യാമ്പയിന് വേണ്ടിയിട്ട് ഏകദേശം 550 കോടിയോളം രൂപ ചിലവാക്കിയിരിക്കുന്നു. 190 കൺട്രീസാണ് ഇവരുടെ ടാർഗറ്റ് എന്നായിട്ട് കിട്ടുന്നത്. ഏകദേശം 30 മുതൽ 50 ഭാഷകളിൽ ഈ ചിത്രം AI-യിലൂടെ റിലീസ് ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുകയും ചെയ്തു. സോ ഈ 4000 കോടി രൂപയ്ക്കുള്ളതുണ്ടോ ഈ സിനിമ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ആബ്സല്യൂട്ട്ലി നോട്ട്. ഇതിന് ടീസറിന് നൽകുന്ന വിഷ്വൽസ് ചില പോർഷൻസ് ഒക്കെ നല്ലതാണ്. വൈഡ് ആംഗിൾ ഷോട്ട് യൂസ് ചെയ്യുമ്പോൾ പോലും ഭയങ്കരമായ എറിച്ചിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പുഷ്പക വിമാനമായിട്ട് യൂസ് ചെയ്തേക്കുന്ന സംഭവം കൊള്ളാം. ആ പുഷ്പക വിമാനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത്യാവശ്യം നല്ല രസത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു രാവണനെ റിവീൽ ചെയ്തിട്ടില്ല, യാഷിന് ലുക്കൊന്നും പുറത്തു പോയിട്ടില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ ഫേസിൽ സായ് പല്ലവിയെ കാണാം, രൺബീറിനെ നമുക്ക് ഓബ്വിയസ്ലി കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈസ് ദിസ് ദ 4000 crore rupee മൂവി എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ നോ. ഇങ്ങനെ ഒരു 4000 കോടി രൂപയുടെ സിനിമ ആവശ്യമുണ്ടെങ്കിൽ ആദിപുരുഷിനേക്കാൾ വലിയൊരു ട്രോൾ മെറ്റീരിയലായിട്ട് സിനിമ മാറും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വർക്ക്സ് പൂർത്തിയാക്കിയിട്ട് സിനിമ റിലീസ് ചെയ്യുക എന്നത് തന്നെയാണ് ആവശ്യം. പക്ഷേ ഈ ടീസർ റിലീസ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾ വർക്ക് പൂർത്തിയായി നിൽക്കുന്ന സീനുകൾ യൂസ് ചെയ്താൽ മതിയല്ലോ. ഹാഫ് കുക്ഡ് ആയിട്ട് നിൽക്കുന്ന സീൻസ് എന്തിനാണ് യൂസ് ചെയ്തേക്കുന്നത്? സ്വാഭാവികമായ ചോദ്യം നിൽക്കുകയാണ്. എന്തായാലും 4000 കോടി രൂപയ്ക്ക് വർത്താണോ ഈ സിനിമ എന്നുള്ളത് കമൻസിൽ നിങ്ങൾ തന്നെ പറയും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.